2024 ഓഗസ്റ്റ് മാസത്തിൽ കേഴ്സ് മേഖലയിൽ ഉക്രൈൻ നടത്തിയ അധിനിവേശം വലിയൊരു പ്രശ്നത്തിന് തന്നെ കാരണമായി. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം റഷ്യൻ മണ്ണിൽ പാശ്ചാത്യ നിർമ്മിത ടാങ്ക്സ് എത്രത്തോളം നാശനഷ്ടങ്ങൾ വരുത്തിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല, മറിച്ച് പുടിന്റെ പേരിന് വലിയൊരു കളങ്കം വരുത്താനായി ഉക്രൈൻ നടത്തിയൊരു വലിയ ഓപ്പറേഷൻ ആയിരുന്നു. എന്നാൽ ഈ കേഴ്സ് ആക്രമണത്തിൽ ഉക്രൈൻ ഉദ്ദേശിച്ചത് നേടാനായില്ല. പകരം അവർക്കുണ്ടായ നഷ്ടം വളരെ വലുതായിരുന്നു. 75,000 സൈനികരോളം മരിച്ചതായി ഒരു റിപ്പോർട്ടുണ്ട്. ഇതൊക്കെയും സംഭവിക്കാൻ റഷ്യ ഓപ്പറേഷൻ സ്ട്രീം ആരംഭിച്ചു. 20 കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പിനുള്ളിൽ ദിവസങ്ങളോളം ഇടഞ്ഞു നീങ്ങി അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഉക്രൈനെതിരെയുള്ള ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചു. ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നതും ഈ ഓപ്പറേഷന് പിന്നിൽ റഷ്യ എന്തെല്ലാം ചെയ്തു, ഉക്രൈൻ എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ വിട്ടുപോയി, ചില സ്ഥലങ്ങളിൽ US റഷ്യയെ സഹായിച്ചു എന്നുള്ള പല വാർത്തകൾ വരുന്നുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പാണ് റഷ്യ ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈന്റെ കേഴ്സ്ക് ഇൻവേഷൻ. അവർ കേഴ്സ്കുമായുള്ള റഷ്യയുടെ ഈ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് റഷ്യ ആക്രമിക്കാൻ തുടങ്ങി. നമുക്കെല്ലാവർക്കും ഇതറിയാം. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഔട്ട്ലൈൻ അറിയണം. എങ്കിൽ മാത്രമേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ, റഷ്യ ഇതിന് പുറകിൽ എന്തെല്ലാം പ്രിപ്പയർ ചെയ്തു എന്നുള്ളതും അറിയാൻ സാധിക്കും. അധിനിവേശത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉക്രൈൻ 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 400 കിലോമീറ്റർ ഇങ്ങനെ മുന്നേറാൻ തുടങ്ങി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ ഉക്രൈൻ അതിർത്തിയിൽ നിന്നും ചുച്ചാൻ പട്ടണം എന്ന് വിളിക്കുന്ന ആ ഒരു പ്രദേശത്ത് 1200 കിലോമീറ്ററിലധികം പിടിച്ചെടുത്തു. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അവർക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. ആ ശ്രമങ്ങൾ എടുക്കേണ്ടതായിരുന്നു. കാരണം ഒരു നെഗോസിയേഷൻ ടേബിൾ, ഒരു ചർച്ചയ്ക്ക് 2 രാജ്യങ്ങളും ഇരിക്കണമെന്നുണ്ടെങ്കിൽ 2 രാജ്യങ്ങൾക്കും സംസാരിക്കാൻ എന്തെങ്കിലും പോയിന്റ്സ് ആവശ്യമാണ്. എൻ്റെ കയ്യിൽ ഇത്രയേറെ പ്രദേശങ്ങളുണ്ട്, നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ഇത്രയേറെ എൻ്റെ കയ്യിലുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചില പോയിന്റ്സ് അവിടെ ഉണ്ടാകണം. അങ്ങനെ ഒരു പോയിന്റായി കേഴ്സ്കിനെ മാറ്റണം എന്നതിനു വേണ്ടിയാണ് ഉക്രൈൻ അകത്തേക്ക് തന്നെ പോയത്. എന്നാൽ അവിടെ അവർ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു. ശരി, ഓഗസ്റ്റ് മാസം ഉക്രൈൻ കേഴ്സ്ക് ഇൻവേഷൻ ആരംഭിച്ചു. അത് അവസാനിക്കാൻ തന്നെ ഏകദേശം 7 മാസത്തിലേറെയായി. ഈ സമയത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഉക്രൈൻ അകത്തേക്ക് പോയത് സ്പെഷ്യൽ എലൈറ്റ് യൂണിറ്റ്സിനെയാണ് അകത്തേക്ക് അയച്ചത്. അവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ റഷ്യയെ കൗണ്ടർ ചെയ്യാൻ എന്തുകൊണ്ട് 7 മാസം എടുത്തു? ഇതറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഉക്രൈൻ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിലാക്കണം. ഇപ്പൊ ഈസ്റ്റേൺ ഫ്രണ്ടിലുള്ള യൂണിറ്റ്സിനെ റഷ്യ വളരെ സ്ട്രോങ് ആക്കി മാറ്റിയിരുന്നു. ആ സമയത്ത് റഷ്യയുടെ ഡിഫൻസസിനെ എല്ലാം തകർത്ത് അകത്തേക്ക് പോയാൽ അവിടെ റഷ്യയുടെ ഫ്രണ്ട് ലൈൻ കൊളാപ്സ് ആകും. ഈ ഒരു സമയത്ത് റഷ്യ എന്ത് ചിന്തിക്കും? നമ്മുടെ മണ്ണിനുള്ളിൽ തന്നെ കയറി അടിക്കുന്നല്ലോ എന്ന് കരുതി അവരുടെ ഈ സൈനികരെ എല്ലാം കേഴ്സ്കിലേക്ക് അയക്കാൻ തുടങ്ങും. ഇങ്ങനെ അയക്കുമെന്നായിരുന്നു ഉക്രൈന്റെ ഒരു പദ്ധതി. അതിർത്തിയുടെ കൂടുതൽ ഭാഗവും പിടിച്ചെടുത്തതിന് കാരണവും ഇത് തന്നെയായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. റഷ്യ ഉടനടി ഒന്നും പ്രതികരിച്ചതുമില്ല. ഒരു പ്രതികരണവും ഇല്ലാതെ പതിയെ ക്രമേണ ഒരു ഫീഡ്ബാക്ക് നൽകാൻ തുടങ്ങി. ഈ കേഴ്സ്കിനുള്ളിലേക്ക് കടന്ന തുടക്കം മുതൽ തന്നെ ഉക്രൈന് ഒരുപാട് നേട്ടങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു. റഷ്യൻ സൈനികരെയും അതിർത്തിയിലെ സുരക്ഷാ ഗാർഡുകളെയും എല്ലാം മൊത്തം 1500 പേരെ ബന്ദികളാക്കി മാറ്റിയിരുന്നു. വെറും 11 ദിവസത്തിനുള്ളിൽ 1500 പേരെ പിടിക്കുക എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. പിടിച്ചെടുക്കുന്നതിന് പുറകിലും റഷ്യയുടെ ഒരു ചെറിയ കെയർലെസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ഉക്രൈന് കയറാൻ സാധിക്കുകയില്ല. അങ്ങനെ കയറുമെന്നുള്ളൊരു ചെറിയ ചിന്ത പോലും റഷ്യക്കില്ലായിരുന്നു. അങ്ങനെ കയറിയാലും അവർക്ക് ഈ പ്രദേശത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉക്രൈൻ അവർക്കത് അനുകൂലമാക്കി മാറ്റി. റഷ്യയുടെ ആക്രമണവും പ്രത്യാക്രമണവും ആരംഭിക്കാൻ തന്നെ സെപ്റ്റംബർ 5ഓളമായി. ഈ സെപ്റ്റംബർ മാസം 5-ന് മുൻപ് വരെയും റഷ്യ ഈ പ്രതിരോധ സ്ഥാനം സ്ഥാപിക്കുകയോ ഉക്രൈന്റെ ആക്രമണ പ്രവർത്തനം തടയാൻ പദ്ധതിയിടുകയും ചെയ്തിരുന്നില്ല. സെപ്റ്റംബർ 5-ന് ശേഷമാണ് ഈ പ്രവർത്തനവും ആസൂത്രണവും എല്ലാം തന്നെ ആരംഭിച്ചത്. ഉക്രൈന്റെ ഈ ഒരു പ്രവേശന വേഗത കുറയ്ക്കാനായി അവർ പല സ്ഥലങ്ങളിലും മിസൈലുകളും ബോംബുകളും എല്ലാം ഉപയോഗിച്ചു. റഷ്യയുടെ ഗ്ലൈഡ് ബോംബ്സ് ഒക്കെ ആ പ്രദേശത്ത് വലിയൊരു നാശത്തിന് തന്നെ കാരണമായി. അങ്ങനെ സെപ്റ്റംബറിൽ തുടങ്ങിയ റഷ്യയുടെ പ്രത്യാക്രമണം മാർച്ചോടടുത്തു. അപ്പോഴേക്കും US പ്രസിഡന്റ് മാറി ട്രംപ് അധികാരത്തിൽ വരുന്നു. അങ്ങനെ സെപ്റ്റംബറിനും മാർച്ചിനും ഇടയിൽ ഉക്രൈൻ എടുത്ത ഈ ഭൂമിയുടെ 65%-ലധികവും റഷ്യ പിടിച്ചെടുത്തു. മൊത്തം 1200 സ്ക്വയർ കിലോമീറ്ററിന്റെ 65%-വും റഷ്യ പ്രത്യാക്രമണം നടത്തി പിടിച്ചെടുത്തു. എന്നാൽ അപ്പോഴും ഉക്രൈൻ ഒരു പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നു. ടൗൺ ഓഫ് സ്വിറ്റ്സ ഉക്രൈൻ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു.
റഷ്യ ഒരുപാടിടങ്ങളിൽ ഈ ഡിഫൻസസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് പകുതിയോളം ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ഭാഗങ്ങളിലും സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിയാലും കൂടുതലായും ഇവർക്ക് ലഭിച്ച വിജയങ്ങളെല്ലാം റഷ്യ ഉക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ടൗൺ ഓഫ് സ്വിറ്റ്സയുടെ നോർത്തേൺ സൈഡിലും നോർത്ത് വെസ്റ്റ് സൈഡിലുമായിരുന്നു ഈ വിജയം ലഭിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടൊരു 4 പ്രദേശമുണ്ട്. അതായത് ഈ ഡിഫൻസീവ് ലൈൻസിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ടൗൺ ഓഫ് സ്വിറ്റ്സയെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കൂ. മാത്രവുമല്ല ഉക്രൈനെ രണ്ടായി വിഭജിക്കാനും സാധിക്കും. അതായത് അകത്തുള്ള ഉക്രൈൻ സൈനികരെ ട്രാപ്പ് ചെയ്ത് അവരെ രണ്ടാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ ട്രാപ്പാക്കി അവരെ വിഭജിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് റഷ്യ കൗണ്ടർ ഒഫൻസീവ് ചെയ്യണം, മറുവശത്ത് റഷ്യ ഈ ഡിഫൻസീവ് പോർഷൻ നിൽക്കുകയും അകത്തേക്ക് വരുന്ന എല്ലാ സപ്ലൈ ലൈൻസിനെ കട്ട് ചെയ്ത് ഒറ്റയ്ക്ക് അത്രയേറെ പേരെയും മുഴുവനായും അവിടെ അകപ്പെടുത്തണം. ഇങ്ങനെയുള്ളൊരു 4 പ്രദേശമായിരുന്നു റഷ്യക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ളൊരു 4 പ്രദേശം, ആ 4 പ്രദേശവും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നാൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയുള്ളൂ. ഈ 4 പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഇവയെല്ലാം സ്വിറ്റ്സയുടെ നോർത്ത് പ്രദേശത്തും നോർത്ത് വെസ്റ്റേൺ പ്രദേശത്തുമുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളും സെറ്റിൽമെന്റ്സുമാണ്. ഇപ്പോൾ ഈ പ്രദേശങ്ങളെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ റഷ്യയെ കൊണ്ട് ഉക്രൈനിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സൈനികരെ വിഭജിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇനി ഈ സ്ഥലത്ത് റഷ്യ തറയ്ക്ക് മുകളിൽ യുദ്ധം നടത്തിയാൽ ഉക്രൈനെ കൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. കാരണം ഉക്രൈൻ കൂടുതലായും അവിടെ സർവൈലൻസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് മാത്രമേ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കൂ. ഇതായിരുന്നു റഷ്യയുടെ വലിയൊരു അതിനുവേണ്ടി ഇവർ തിരഞ്ഞെടുത്തതായിരുന്നു ദ ഓപ്പറേഷൻ സ്ട്രീം. റഷ്യക്ക് നേട്ടമായി മാറിയ ഒരു വലിയ പൈപ്പ് ലൈൻ പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ പേര് ഒറംഗൈ പോമറി ഒസങ്കാഡ് പൈപ്പ് ലൈൻ എന്നാണ്. ഇത് 1960 മുതൽ തന്നെ റഷ്യയിൽ നിന്ന് ഉക്രൈൻ വഴി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് വാതകം എത്തിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണിത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം 2025 ജനുവരി വരെയും ഈ വാതകം കൊണ്ടുപോകാനുള്ള കരാറിൽ ഉക്രൈൻ ഉണ്ടായിരുന്നു. എന്നാൽ ഉക്രൈൻ പിന്നീട് ചെയ്തത് 2025 ഈ ഒരു കരാർ കാലഹരണപ്പെട്ടു. ഈ അവസാനിച്ച ഈ ഒരു പദ്ധതിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഈ കരാർ പുതുക്കാൻ പോകുന്നില്ല, റഷ്യയിൽ നിന്നും വരുന്ന എല്ലാ വാതകങ്ങളും ഞങ്ങൾ വിച്ഛേദിക്കാൻ പോവുകയാണ് എന്ന് ഉക്രൈൻ ഒരു പ്രധാനപ്പെട്ട പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന ഗ്യാസ് കണക്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ റഷ്യക്ക് ഉക്രൈനെ ആക്രമിക്കണം, പക്ഷേ രഹസ്യാന്വേഷണ വിമാനങ്ങളിൽ അവർ അകപ്പെടാൻ പാടില്ല. ആ ഡ്രോണിന്റെ കണ്ണുകളിലും അകപ്പെടരുത്. ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സമയത്ത് ആക്രമിക്കണം. അങ്ങനെ ടൗൺ ഓഫ് സ്വിറ്റ്സയുടെ പ്രവേശന പോയിന്റിൽ നിന്നും ഉക്രൈൻ അതിർത്തിയിലേക്ക് വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനായി ഈ പൈപ്പ് ലൈൻ മാറി. എന്നാൽ പൈപ്പ് ലൈൻ സഞ്ചരിക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യം അല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പൈപ്പ് ലൈൻ കംപ്രസർ യൂണിറ്റിന് വളരെ അടുത്തായിരിക്കും. ഈ ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തേക്ക് ഈ പൈപ്പ് ലൈൻ വരുമ്പോഴൊക്കെ 1.2 മീറ്റർ, കൂടിപ്പോയാൽ ഒരു 3.5-4 അടി ഉയരത്തിൽ മാത്രമേ ഈ പൈപ്പ് ലൈൻ ഉണ്ടാവുകയുള്ളൂ. ഇതിനുള്ളിൽ സൈനികർ അയക്കുക എന്നത് അപകടകരമായ കാര്യമാണ്. ഇതിനകം തന്നെ അതിനുള്ളിൽ വാതകമുണ്ട്. ഈ വാതകത്തിന്റെ ഫ്ലോയൊക്കെ നിർത്തിയാലും മീഥേൽ വാതകവും മറ്റു തരത്തിലുള്ള വാതകങ്ങളുടെ ചെറിയ മോളിക്യൂൾസ് ഒക്കെ അതിനുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ സൈനികരൊക്കെ മരിക്കാനും സാധ്യതയുണ്ട്. ചെറിയ തീപ്പൊരി ഉണ്ടായാൽ പോലും മുഴുവൻ പൈപ്പ് ലൈനും പൊട്ടിത്തെറിച്ച് തകരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് റഷ്യ ഇവിടെ 2 തരത്തിൽ ഇതിനെ തയ്യാറെടുക്കാൻ തുടങ്ങി. ഇതിന് പുറകിൽ അമേരിക്കയുടെ ഒരു വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. ഇത് അമേരിക്ക അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതോ ഒരു കോയിൻസിഡൻസ് സംഭവിച്ചതാണോ ഒന്നും തന്നെ അറിയില്ല. ആദ്യം റഷ്യ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നറിയാം, അതിനുശേഷം അമേരിക്കയുടെ സഹായം എന്താണെന്നുള്ളതും അറിയാം. റഷ്യ തയ്യാറെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് ലൈൻ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഒരു പൈപ്പ് ലൈൻ നെറ്റ്വർക്കിനെ 2 പോയിന്റായി ഫിക്സ് ചെയ്യണം. ഒന്നാമത്തേത് എൻട്രി പോയിന്റ്, മറ്റൊന്ന് എക്സിറ്റ് പോയിന്റ്. കാരണം അങ്ങനെ പല സ്ഥലങ്ങളും തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ അതിനെ തകർക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഭൂമിക്ക് അടിയിൽ നിരവധി മീറ്റർ ആഴത്തിൽ അതിനെ കുഴിച്ചിട്ടുണ്ട്. കംപ്രസർ യൂണിറ്റിനടുത്തും പൈപ്പ് ലൈനെ തകർക്കാൻ കഴിയില്ല, കാരണം അതിനെ റീപ്ലേസ് ചെയ്യുന്ന ചിലവ് വളരെ കൂടുതലായിരിക്കും. ഓരോ കംപ്രസർ സ്റ്റേഷനും ഉക്രൈന്റെ സർവൈലൻസിനുള്ളിലാണുള്ളത്. അതിനാൽ ഈ ടൗൺ ഓഫ് സ്വിറ്റ്സയിൽ നിന്നും 13 കിലോമീറ്റർ അകലെ പൈപ്പ് ലൈനിൽ ഒരു എക്സിറ്റ് പോയിന്റ് അവർ ഫിക്സ് ചെയ്യുന്നു. ഇത് റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ നിന്നും 4.6 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ്, ഏകദേശം ഒരു 5 കിലോമീറ്റർ. ഇപ്പോൾ എക്സിറ്റ് പോയിന്റിന് ആദ്യം റഷ്യ ക്ലിയർ ചെയ്യണം. കാരണം പൈപ്പ് ലൈനെ പുറത്തേക്ക് തുറന്നു കാണിക്കണം, എങ്കിൽ മാത്രമേ അകത്തേക്ക് ഓക്സിജൻ പോവുകയുള്ളൂ. ബാക്കിയുള്ള ഗ്യാസും ഇവരെ കൊണ്ട് എൻട്രി പോയിന്റിൽ വെച്ച് പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ അകത്തുള്ള ഈ ഗ്യാസിനെ. അപ്പോൾ എക്സിറ്റ് പോയിന്റിനെ ആദ്യം ക്ലിയർ ചെയ്യണം. അപ്പോൾ അവിടെയുള്ള ഉക്രൈന്റെ അത്രയേറെ നെറ്റ്വർക്സിനെയും ന്യൂട്രലൈസ് ചെയ്യണം. ഇതിനുവേണ്ടി റഷ്യ ഫെബ്രുവരി മാസം 3 മുതൽ അവിടെ ആക്രമണങ്ങൾ നടത്താൻ ആരംഭിച്ചു. അവിടെ ആക്രമിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളെയും ശരാശരി 3 മുതൽ 5 ചതുരശ്ര കിലോമീറ്ററോളം ഗ്ലൈഡ് ബോംബ്സ് ഇടാൻ തുടങ്ങി.
ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ റഷ്യയുടെ ഗ്ലൈഡ് ബോംബ്സ് ആക്രമണം ഉക്രൈനെ കൊണ്ട് നിയന്ത്രിക്കാനേ സാധിച്ചില്ല. അവിടെ വലിയ തിരിച്ചടി തന്നെ നൽകി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 150 മുതൽ 200 ഉക്രൈൻ സൈനികരെ കൊല്ലുന്നു. മാത്രമല്ല, റഷ്യ ഇതിനകം തന്നെ പ്രത്യാക്രമണം നടത്തി പിടിച്ചെടുത്ത പ്രദേശവുമായി ഇതിനെ കണക്ട് ചെയ്യുന്നു. വ്യോമസേനയുടെ സഹായത്തോടു കൂടി തന്നെ ആ പ്രദേശത്ത് ഗ്ലൈഡ് ബോംബ്സ് വീശുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അങ്ങനെ എക്സിറ്റ് പോയിന്റ് റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. ഇനി എൻട്രി പോയിന്റ് അത് ഇതിനകം റഷ്യൻ നിയന്ത്രണത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗവും ക്ലിയർ ചെയ്തതിനു ശേഷം അകത്തുള്ള ഗ്യാസ് പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. 7 ദിവസത്തിലേറെയായി ഈ ഒരു പ്രക്രിയ നടത്താൻ തന്നെ. അങ്ങനെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. അവസാനം ഉള്ളിലുണ്ടായിരുന്ന ഗ്യാസ് പുറത്തേക്ക് എടുത്തു. എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ് എല്ലാം ക്ലിയർ ചെയ്തു. ഇനി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുക, അത് മാത്രമാണ് ബാക്കി. ശരി, അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ്റെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഒക്കെ വളരെ വിപുലമാണല്ലോ. മാത്രമല്ല, മറ്റു രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഇൻപുട്ട് ഒക്കെ ഉക്രൈൻ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എക്സിറ്റ് പോയിന്റ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് വരെയും ഉക്രൈൻ ഒന്നും ഇത് ശ്രദ്ധിച്ചില്ലേ? മറ്റു രാജ്യം ഇത് ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ ഉക്രൈൻ്റെ ഇന്റലിജൻസ് അവിടെ ഫെയിൽ ആയോ എന്ന് ചോദിച്ചാൽ, ഉക്രൈൻ്റെ ഇന്റലിജൻസ് ഒരു ഭാഗത്ത് ഫെയിൽ ആയി. മറുവശത്ത് മാർച്ച് മാസം 5-ാം തീയതി മുതൽ മാർച്ച് മാസം 11-ാം തീയതി വരെയും US ഉക്രൈന് ഒരു ഇന്റലിജൻസ് ഇൻപുട്ടും നൽകിയിട്ടേ ഇല്ല. ഈ ഓപ്പറേഷൻ ആരംഭിച്ചതും കൃത്യം ഈ ഒരു സമയത്താണ്. 5-ാം തീയതി മുതൽ 11-ാം തീയതി ഈ ഒരു സമയത്തിനിടയ്ക്കാണ് ഈ ഓപ്പറേഷനും ആരംഭിച്ചത്. അപ്പോഴാണ് ട്രംപ് ഞങ്ങൾക്ക് ഇനി ഇന്റലിജൻസ് ഇൻപുട്ട് നൽകാൻ കഴിയില്ല എന്നും ഉക്രൈനോട് പറഞ്ഞത്. കാരണം ഫെബ്രുവരി മാസം തന്നെ അമേരിക്കയ്ക്കും ഉക്രൈനും ഇടയിൽ ഒരു വലിയ ക്ലാഷ് സംഭവിച്ചു വൈറ്റ് ഹൗസിൽ വെച്ച്. അങ്ങനെ മാർച്ച് മാസം 8-ാം തീയതി ഓപ്പറേഷൻ സ്ട്രീം റഷ്യ ആരംഭിച്ചു. ഈ ആരംഭിച്ച ഓപ്പറേഷനിൽ 800 സൈനികരെ അകത്തേക്ക് അയച്ചു. 12 മൈൽസിലേറെ റഷ്യൻ സൈനികർ അകത്തേക്ക് ഇഴഞ്ഞു കയറി. വ്യാസം വളരെ ചെറുതായ സ്ഥലത്ത് പോലും കുനിഞ്ഞൊക്കെ അകത്തേക്ക് ചെന്നു. ചില സ്ഥലങ്ങളിൽ മോട്ടോർ സ്കൂട്ടർ ഉപയോഗിച്ച് പോലും കടന്നിരുന്നു. ക്രമേണ ഈ പൈപ്പ് ലൈനെ തുളച്ചു കയറി അകത്തേക്ക് കടക്കാൻ തുടങ്ങി. എന്നാൽ പുറത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്, റഷ്യൻ പട്ടാളക്കാർ ഒറ്റ രാത്രി കൊണ്ട് ആ സ്ഥലം കടന്നില്ല. അകത്ത് അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, അവർക്ക് ആവശ്യമായ ഫുഡ് ഫെസിലിറ്റി, അമ്യുനേഷൻസ് ഒഴികെ എല്ലാം ഉണ്ടായിരുന്നു. അതായത് ആയുധങ്ങളൊന്നും തന്നെ ഇല്ലാതെ അകത്തൊരു സൈനികൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിന് ആവശ്യമായ എല്ലാം ഉണ്ടായിരുന്നു. ഓക്സിജൻ, ഫുഡ്, മെഡിക്കൽ, ഇതെല്ലാം റഷ്യ പല ദിവസങ്ങളിലേറെ അകത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയുധങ്ങളൊന്നും ഇല്ലാതെ ഇവർ എങ്ങനെയാണ് യുദ്ധം ചെയ്തതെന്ന് ചോദിച്ചാൽ, എക്സിറ്റ് പോയിന്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എക്സിറ്റ് പോയിന്റ് വഴി ഇതിനകം തന്നെ റഷ്യ റീക്യാപ്ചർ ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ആവശ്യമായ സപ്ലൈസ് എക്സിറ്റ് പോയിന്റ് വഴി അകത്തേക്ക് അയച്ചിട്ടുണ്ട്. വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക, പുറത്ത് ഉക്രൈൻ സൈനികർ യുദ്ധം ചെയ്യുകയാണ്, റഷ്യ അവിടെ ഗ്ലൈഡ് ബോംബ്സ് വെച്ച് ആക്രമിക്കുകയാണ്. താഴെ അണ്ടർഗ്രൗണ്ടിൽ ഇത്രയും വലിയൊരു കാര്യം ലോകത്തിലെ ആരും തന്നെ അറിയാതെ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഇന്റലിജൻസ് ഏജൻസിയുടെ എല്ലാ കണ്ണുകളെയും വെട്ടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം അവർ ചെയ്തു. അങ്ങനെ റഷ്യ മാർച്ച് മാസം 8-ാം തീയതി രാവിലെ ഒരു 5 മണിക്ക് തന്നെ ഈ ഓപ്പറേഷൻ ആരംഭിച്ചു. എപ്പോഴത്തെയും പോലെ ഉക്രൈൻ റഷ്യയുടെ അറ്റാക്സിനെല്ലാം ഡിഫെൻഡ് ചെയ്യുക, അവർക്കെതിരെയുള്ള സ്ട്രൈക്ക് ചെയ്യുക, എല്ലാവരും ഇങ്ങനെ ബിസി ആയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്ഫോടനം ടൗൺ ഓഫ് ചിസയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തിൽ ഒരു കുഴിബോംബ് പൊട്ടിത്തെറിച്ചു. അതായത് ഉക്രൈന് സപ്ലൈ ചെയ്യാൻ വന്ന ഒരു ട്രക്ക് ഈ ഒരു സ്ഫോടനത്തിൽ അകപ്പെട്ടു. ഇപ്പോഴാണ് ഉക്രൈൻ ഒരു കാര്യം മനസ്സിലായത്, യാതൊരു ബന്ധവുമില്ലാതെ അവിടെ അങ്ങനെ ഒരു കുഴിബോംബ് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉക്രൈൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പിന്നെ മറ്റാർക്കും കടക്കാൻ കഴിയില്ല, മറ്റാർക്കും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് ചിന്തിച്ച് അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ റഷ്യ ആദ്യത്തെ 100 സൈനികരെ ഉപയോഗിച്ച് അവരുടെ ആദ്യത്തെ പ്രത്യാക്രമണം നടത്തി. ടൗൺ ഓഫ് സിസ്വയെ ക്യാപ്ചർ ചെയ്യാൻ ആരംഭിച്ച് അകത്തേക്ക് വന്ന ഈ റഷ്യൻ സൈനികരെല്ലാം അവരുടെ പക്കലുണ്ടായിരുന്ന ഹെവി എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഉക്രൈൻ സൈനികരെ വെടിവെക്കാൻ തുടങ്ങി. അവർക്ക് സപ്പോർട്ടായി റഷ്യയുടെ ഗ്രാഡ് MLR സിസ്റ്റവും റഷ്യയുടെ ടോർ M1 സിസ്റ്റവും ഉണ്ടായിരുന്നു. ഇവയെല്ലാം ചേർന്ന് റഷ്യൻ സൈനികർക്ക് ഒരു സപ്പോർട്ട് നൽകി. രാവിലെ തന്നെ റഷ്യൻ വ്യോമസേന ഉക്രൈൻ സൈനികരെ ചുറ്റി വളഞ്ഞ് ആക്രമിച്ചു. കാരണം അകത്തേക്ക് സൈനികരെല്ലാം പ്രവേശിച്ചിട്ടുണ്ട്, ഉക്രൈൻ ആവശ്യമായ സപ്ലൈസ് ചെയ്യാൻ എല്ലാം കട്ട് ചെയ്തു. എല്ലാ സൈഡിൽ നിന്നും ഉക്രൈൻ സൈനികരെ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഉക്രൈന് മറ്റു മാർഗമില്ല, എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്നാണ് ചിന്തിച്ചത്. പക്ഷെ ഇതിനകം തന്നെ കുഴിബോംബ് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഉക്രൈൻ ഏത് പ്രദേശങ്ങളിൽ നിന്നാണോ എക്സിറ്റ് ആകാൻ സാധ്യതയുള്ളത് ആ പ്രദേശങ്ങളിലെല്ലാം റഷ്യൻ ലാൻഡ്മൈൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മാത്രം ഒരു ദിവസം 28 സപ്ലൈ ട്രക്സ് ആണ് നോർത്തേൺ ബാറ്റിൽ മാത്രം ഉക്രൈൻ നഷ്ടപ്പെടുത്തിയത്. ഇതവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് ഭൂമിക്കടിയിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് നിങ്ങളെ നോക്കി വെടിവെക്കുമ്പോൾ നിങ്ങൾ അവിടെ അങ്ങനെ സ്തംഭിച്ചു പോകും.
ഈ ഓപ്പറേഷൻ സ്ട്രീം എന്നത് ഇതുപോലൊരു റിയാക്ഷൻ തന്നെയായിരുന്നു ഉക്രൈൻ സൈനികർക്ക് നൽകിയത്. ഇങ്ങനെ ഒരു ഹെവിയസ്റ്റ് ബാറ്റിൽ നടന്നതിന് ശേഷം വെറും 3 ദിവസത്തിൽ ഈ മുഴുവൻ ടൗണും ആ ചുറ്റുമുള്ള മുഴുവൻ പ്രദേശവും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നു. ഈ ഒറ്റ ബാറ്റിൽ മാത്രം ഏകദേശം 3800-ലധികം സൈനികർ ഉക്രൈൻ സൈനികർ ഞങ്ങൾ കൊന്നുവെന്ന് റഷ്യ ഒരു ക്ലെയിം നടത്തി. ഇത് എത്രത്തോളം സത്യമാണ് എന്നറിയില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും കണക്കുകൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം റഷ്യയോ ഉക്രൈനോ ഓപ്പറേഷൻ സ്ട്രീമിൽ ഇത്രയേറെ പേർ മരിച്ചു എന്നുള്ള വാർത്ത ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമെന്നത് ഉക്രൈനെ സൈക്കോളജിക്കലായി തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതിൽ രക്ഷപ്പെട്ട സൈനികർ ചിലർ ന്യൂ ടൈംസിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് മുകളിൽ നിന്നും ഒരു കമാൻഡ് പോലും ലഭിച്ചില്ല. അതിനു മുൻപ് തന്നെ ഞങ്ങളുടെ കമാൻഡിംഗ് ഓഫീസേഴ്സ് ഉടൻ തന്നെ ഈ പ്രദേശം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങൾ പുറത്തേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിജീവിക്കാൻ അവസരമുള്ളൂ. റഷ്യക്കാർ നമ്മെ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉത്തരവ് നൽകി. മറ്റ് മാർഗമില്ലാതെ ഞങ്ങൾ പുറത്തേക്ക് ഓടേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഓടുമ്പോൾ പോലും പലരും മൈൻസിൽ അകപ്പെട്ട് ആർട്ടിലറി സ്ട്രൈക്കിൽ അകപ്പെട്ട് ഞങ്ങളുടെ കൺമുൻപിൽ തന്നെ ഒരുപാട് പേർ മരിക്കുന്നത് കണ്ടുവെന്ന് അവരുടെ ആ ഭയാനകമായ ഓർമ്മകളെല്ലാം അവിടെ പറഞ്ഞു. ഇതിൽ റഷ്യ മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചിരുന്നു. ഉക്രൈൻ ഡിഫൻസസിനെ എല്ലാം തുളച്ചു കയറി അകത്തേക്ക് കയറി. അവിടെയുള്ള ഉക്രൈൻ സൈനികർക്ക് അകത്തേക്ക് വരുന്നത് റഷ്യൻ സൈനികരാണ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇവർ ഉക്രൈൻ സൈനികരെ പോലെ അഭിനയിച്ചു. ഉക്രൈൻ അവരുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടി ചില ആം ബാൻഡ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലുള്ള ആം ബാൻഡ്സും അവരുടെ യൂണിഫോമും ഉക്രൈൻ സൈനികർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേ രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ചില റഷ്യൻ സൈനികർ അകത്തേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ സൈനികർക്ക് മനസ്സിലായില്ല അകത്തേക്ക് കടന്നു വന്നത് റഷ്യൻ സൈനികരാണെന്ന്. അവരെ അങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചു. ഒരു ബാറ്റിൽ നടക്കുമ്പോൾ ആരെ ആക്രമിക്കണം എന്നുള്ളത് പോലും അവർക്ക് മനസ്സിലായില്ല. സത്യത്തിൽ റഷ്യ ആ ഒരു പ്രദേശത്തെ ക്യാപ്ചർ ചെയ്യണം എന്നതിന് വേണ്ടി മാത്രം ചെയ്തൊരു ഓപ്പറേഷൻ അല്ല ഇത്. ഉക്രൈനെ നമ്മൾ തിരിച്ചടിക്കുന്നതിൽ അവിടെ ഉണ്ടാകുന്ന സൈനികരുടെ നഷ്ടം പുറത്ത് കാണിക്കണം. ഇതിനുശേഷം ആരും റഷ്യൻ മണ്ണിലേക്ക് കടന്ന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല എന്നതിനു വേണ്ടി സൈനികരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ഓപ്പറേഷനാണ്. ആ ഒരു പ്രദേശത്തിന് വേണ്ടി മാത്രമല്ല യുദ്ധം ചെയ്തത്. അകത്തേക്ക് കടന്നാൽ എന്ത് സംഭവിക്കും, റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ നുഴഞ്ഞു കയറിയാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഇത്രത്തോളം വലിയൊരു ഹോണ്ട് തന്നെ അവിടെ നടത്തി. ISW റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് നടക്കുന്ന ഈ മോഡേൺ ഡേ വാർഫെയറിൽ ഒരു വലിയ സക്സസ് നൽകിയ ടാക്ടിക്സ് ആയി റഷ്യയുടെ പൈപ്പ് ലൈൻ ടാക്ടിക്സ് മാറിയിട്ടുണ്ട്. അത്രത്തോളം ഹെവിയസ്റ്റ് ബ്ലോ, അത്രത്തോളം അൺഇമാജിനബിൾ ലോസ് എന്നത് വെറും 3 ദിവസത്തിൽ ഈ ഒരു ഓപ്പറേഷനിലൂടെ റഷ്യ ഉക്രൈന് നൽകി. അപ്പോൾ പിന്നെ റഷ്യൻ സൈഡിൽ നഷ്ടങ്ങളൊന്നും ഇല്ലേ? 800 പേർ അകത്തേക്ക് കടന്നല്ലോ, 400-500 സൈനികരൊക്കെ റഷ്യക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരുപാട് പേര് ഗ്യാസ് പോയ്സണിംഗ് മൂലം മരിച്ചു, റഷ്യയെ തന്നെ വിമർശിക്കുന്ന രീതിയിൽ പല വാർത്തകൾ വന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അതിൽ പകുതിയോളം ചില സത്യങ്ങളുണ്ട്. അകത്ത് വന്ന 30-ലധികം പേർ ലങ്സ് പ്രോബ്ലംസ് കാരണം ടണലിനുള്ളിൽ തന്നെ മരിച്ചു. പുറത്ത് വന്നതിന് ശേഷം പോലും ചിലർ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ പറയുന്നത് പോലെ 300-400 പേരൊന്നും മരിച്ചിട്ടില്ല. മൊത്തം 59 പേർ മരിച്ചതായി റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടു. അതായത് ഈ ഒരു ഓപ്പറേഷനെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ 3 ദിവസത്തെ കാലയളവിൽ ഇത്രയും സൈനികർ മരിച്ചതായി അവർ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും റഷ്യ നടത്തിയ ഈ ഓപ്പറേഷൻ സ്ട്രീം എന്നത് ഉക്രൈന് പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി തന്നെ കേർസ്കിൽ നൽകി. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം അമേരിക്ക റഷ്യയെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി എന്തായാലും ഇതൊക്കെ ഗസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. കൂടാതെ ഉക്രൈൻ സൈനികർക്ക് ഇന്റലിജൻസ് ഷെയറിംഗ് അവസാനിപ്പിച്ച ആ ഒരു സമയത്ത് തന്നെ റഷ്യ പ്രോപ്പറായി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അമേരിക്കയിൽ നിന്നും പരോക്ഷമായി റഷ്യക്ക് സഹായം ലഭിച്ചാൽ പോലും നമുക്കതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേർസ്ക് തിരികെ ക്യാപ്ചർ ചെയ്തതിൽ, ബാക്കിയുള്ള പ്രദേശങ്ങളെ ക്യാപ്ചർ ചെയ്തതിൽ റഷ്യ നടത്തിയ ഈ ഒരു ഓപ്പറേഷൻ സ്ട്രീം എന്നത് ഉക്രൈന് ഒരു കനത്ത തിരിച്ചടി തന്നെ നൽകി. ഉക്രൈൻ സൈനികരുടെ മോറൽ സ്ട്രെങ്തിനെ തന്നെ തകർത്തു. അവിടെയുള്ള ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ലോകത്തിന് വളരെ വ്യക്തമായി തന്നെ കാണിച്ചു കൊടുത്തു. അനന്തരഫലങ്ങൾ അത്രത്തോളം മോശമായിരുന്നു. അവിടെ നിന്ന് വരുന്ന വിഷ്വൽസ് എല്ലാം വളരെ മോശമായിരുന്നു. ഒരുപാട് പേർ അത് കണ്ടിട്ടുണ്ടാകില്ല, ആരും അധികം അത് ഷെയർ ചെയ്തിട്ടില്ല, നമ്മളും അത് കാണിച്ചിട്ടില്ല. എന്നാൽ റിയൽ ടൈം കേർസ്കിൽ സംഭവിച്ചത്, ഡോൺബോസിൽ നടന്ന സംഭവം, സാബ്രോസീഷ്യയിൽ നടന്ന യുദ്ധം, ഇതൊന്നും ഈ കേർസ്കിന് അടുത്തേക്ക് പോലും പോയിട്ടില്ല. അത്രത്തോളം വളരെ വളരെ മോശമായൊരു തിരിച്ചടി തന്നെയായിരുന്നു, അത്ര വലിയൊരു ഡാമേജ് ആയിരുന്നു റഷ്യ ഉക്രൈൻ നൽകിയത്. ഇപ്പോഴും പറയുകയാണ്, അത് ഭൂമിക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു യുദ്ധമായിട്ടല്ല റഷ്യ നടത്തിയത്. ഉക്രൈൻ ഒരു തിരിച്ചടി നൽകണം, ഒരു മറുപടി നൽകണം, മറ്റുള്ളവർക്ക് ഇതെല്ലാം ഒരു പാഠമായി മാറണം എന്നുള്ളതിന് വേണ്ടി കൂടിയാണ്
റഷ്യ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുകയും അതിന്റെ വേഴ്സ്റ്റ് സൈഡ് പുറത്തു കാണിക്കുകയും അതിൽ അവർക്ക് വിജയം ലഭിക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസോവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.